സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കേരളത്തിൽ വളരെ മാതൃകാപരമായ ഒരു ഉത്സവം അരങ്ങേറുകയുണ്ടായി. പൊങ്കാല മഹോത്സവം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥർ അവിടെ എത്തി ആ ചടങ്ങിൽ പങ്കുകൊണ്ട് പുണ്യപൂർണരായി മടങ്ങിപ്പോയ ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതും എല്ലാവരെയും ആകർഷിക്കുന്നതും വളരെ ശ്രദ്ധേയവുമായിരുന്നു. അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേക സവിശേഷത, പൊങ്കാലയിടുന്നതിന് തിരുവനന്തപുരത്തുള്ള ജുമാ മസ്ജിദിൻ്റെ പരിസര പ്രദേശങ്ങൾ അവിടുത്തെ ഇമാം അനുവദിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയ മതേതര സംസ്കാരത്തിൻ്റെ മാതൃകയാണ്. നമ്മളുടെ സഹോദരന്മാരാണ് മറ്റുള്ളവരെല്ലാം എന്ന ഒരു സന്ദേശം ആ പ്രവൃത്തിയിലൂടെ ആ ഇമാം നൽകുകയായിരുന്നു. ഇത് പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പര അംഗീകാരത്തിൻ്റെയും നിലപാടാണ്. അതുപോലെ എത്രയോ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് മറ്റ് മതസ്ഥർ സഹകരിക്കുകയും പലപ്പോഴും പങ്കാളികളാവുകയും ചെയ്യുന്നു. ഉദാഹരണമാണ് ചെട്ടികുളങ്ങര അമ്പലപ്പുഴ ക്ഷേത്രം. പല ക്ഷേത്രങ്ങളുടെ കാര്യം പരിശോധിച്ചാലും അന്യമതസ്ഥർക്കൊക്കെ അവിടെ പ്രാധാന്യം നൽകുന്ന ഒരു സഹവർത്തിത്വം, ഒരു മതേതരത്വത്തിൻ്റെതായ മഹനീയമായ ഉദാഹരണമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എന്നാൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഉത്തർപ്രദേശിലേക്ക് പോവുക. ഇന്ന് ഇന്ത്യ മുഴുവൻ പവിത്രമായ ഹോളി ആഘോഷത്തിൻ്റെ ചടങ്ങുകളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഹോളി. വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ അപൂർവമായിട്ട് അത് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ എന്താണ് ചെയ്തത് അവിടുത്തെ ഗവൺമെൻറ്? അവിടെ ഏതാണ്ട് 60-70ഓളം മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞു കെട്ടി. അവിടുത്തെ മുഖ്യമന്ത്രി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഹോളി ആഘോഷിക്കുന്ന സമയത്ത് പുറത്തിറങ്ങരുത്. അവർക്ക് വെള്ളിയാഴ്ച ദിവസം വിശേഷപ്പെട്ട ദിവസമാണ്. മസ്ജിദുകളിലെല്ലാം നമാസ് നടക്കുന്ന ദിവസമാണ്. ആ പോകേണ്ട പള്ളികളാണ് അവിടെ ടാർപോളിൻ വിരിച്ച് വലിച്ചു കെട്ടി മറച്ചു വച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രണ്ട് ധ്രുവങ്ങളെയാണ് കാണിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അവിടുത്തെ ഭരണകക്ഷികൾ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധിപന്മാർ എടുക്കുന്ന നിലപാടുകളും വടക്കേ ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകളും അവരുടെ സാമാജികന്മാർ പറയുന്ന വർത്തമാനങ്ങളും ഒക്കെ കേട്ടാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അവരിന്ത്യക്കാരാണ്. ഇന്ത്യയുടെ എടുത്തു പറയാവുന്ന എല്ലാ സംഭാവനകളും, താജ്മഹൽ, ലാൽക്കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, കുതുബ് മീനാർ, ഇതെല്ലാം നിർമ്മിച്ചതും അവർ തന്നെയാണ്. അവരിന്ത്യക്കാരാണ്. ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ ആർക്കൊക്കെ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമുണ്ട്. അപ്പോൾ അവർ തിരസ്കരിക്കപ്പെടേണ്ടവരാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മൾ മനുഷ്യനായി കാണാനും മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം സഹകരിക്കാനും കാണിച്ച ആറ്റുകാൽ പൊങ്കാലയുടെ ആ മാതൃക വടക്കേ ഇന്ത്യയിലെങ്ങും നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യയുടെ പവിത്രമായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ചേർന്നതല്ല. അത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റി മനുഷ്യ സ്നേഹത്തിൻ്റെതായ നിലപാടുകൾ സ്വീകരിച്ച്
മനുഷ്യരെയെല്ലാം ഏകോദര സഹോദരങ്ങളായി കാണാനും ഈശാവാസ്യമിതം സർവം എന്ന ഉപനിഷത്ത് വാക്യത്തെ അന്വർത്ഥമാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് നാം ഇവിടെ പൊങ്കാലയുടെ ദിനത്തിൽ കണ്ടത്. വടക്കും തെക്കും തമ്മിലുള്ള ഈ സാംസ്കാരിക വൈജാത്യം ഇന്ത്യക്ക് ഏറ്റവും അഭികാമ്യമായ സഹവർത്തിത്വവും മതേതര സംസ്കാരവും പുലർത്താൻ കേരളത്തിന് സാധിച്ചു. ഇന്ത്യക്കും ലോകത്തിനുമാകെ അത് മാതൃകയായി തീർന്നു.